ഹായ്, എ ഐനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു ചില ടേംസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ പലതും നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ളതാവാം, പക്ഷേ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണോ എന്താണ് ഈ ടേംസ് എന്നുള്ളത്? ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. നമ്മൾ എ ഐ ആയിട്ട് ബന്ധപ്പെട്ട് എ ഐ പഠിക്കാനും മനസ്സിലാക്കാനും അതുമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേം ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റേതുമല്ല, മെഷീൻ ലേണിംഗ് ആണ്. എന്താണ് മെഷീൻ ലേണിംഗ്? ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ കൊടുത്തിട്ട് ഒരു മെഷീനെയോ ഒരു കമ്പ്യൂട്ടറിനെയോ നമ്മളൊരു കാര്യം പഠിപ്പിച്ചെടുക്കുന്നതിന് പറയുന്ന പേരാണ് സിമ്പിളായിട്ട് മെഷീൻ ലേണിംഗ് എന്നുള്ളത്. ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ക്യാറ്റിനെ, ഒരു പൂച്ചയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാനുവലി ഇത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ എന്തൊക്കെയാണ് പൂച്ചയുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ടോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ച് ഇമേജസ് കുട്ടിക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഇമേജസ് നോക്കിയിട്ട് ഈ കുട്ടി ഇതാണ് ക്യാറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മെഷീൻ ലേണിംഗ് എന്ന് പറയാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബോ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വരാറില്ലേ? അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസും വീഡിയോസും കാര്യങ്ങളും. ഇത് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം നിങ്ങൾ കാണുന്ന വീഡിയോക്കനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ തരുന്നത് നമുക്കൊരു മെഷീൻ ലേണിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ടേമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആൽഗോരിതമാണ്. എന്താണ് ആൽഗോരിതം? ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും മെഷീൻ ലേണിംഗ് ആൽഗോരിതം എന്നുള്ളതൊക്കെ. അപ്പോൾ ആൽഗോരിതം എന്ന് പറയുന്നത് ഒന്നുമല്ല, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു റിയൽ ലൈഫ് സെനാരിയോ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആൽഗോരിതത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ആൽഗോരിതം യൂസ് ചെയ്യുന്നതിന് വലിയൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഡിസ്റ്റൻസ്, ആ രണ്ട് ഡെസ്റ്റിനേഷൻ തമ്മിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ട്രാഫിക് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട് കാണിച്ചു തരുന്നില്ലേ? ഇതൊരു ആൽഗോരിതത്തിന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ ടേമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ന്യൂറൽ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെഷീൻ ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാം, ഈ ഒരു വേർഡ് ന്യൂറോൺ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലേ? നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഒരുപാട് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ന്യൂറോണുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ന്യൂറോൺ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ സെല്ലുകളെയാണ് നമ്മൾ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ടച്ച് ചെയ്തു, ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലെത്തി അത് ന്യൂറോൺ പ്രോസസ്സ് ചെയ്തതിനു ശേഷമാണ് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നത്. ഇത് ഇന്ന സാധനമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ഇതിനോട് ഇങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ന്യൂറോണിൻ്റെ ഈ ഒരു പ്രോസസ്സിൽ ഇതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഫേസ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്ന ഫോണുകളൊക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് നടക്കുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഫേസ് ഈ ഫോണിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് എന്താണ്, നമ്മുടെ ഫേസിനെ മനസ്സിലാക്കുകയും നമ്മുടെ ഐസുകൾ തമ്മിൽ ഡിസ്റ്റൻസ്, നമ്മുടെ ഫേസ് എങ്ങനെ, നമ്മുടെ ഐബ്രോസ് എങ്ങനെയാണെന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ ഒരു ഫോണ് നമുക്ക് അൺലോക്ക് ചെയ്ത് തരികയാണ്. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. മറ്റൊരു ടേം എന്ന് പറയുന്നത് അത് ഡീപ്പ് ലേണിംഗ് ആണ്. എന്താണ് ഡീപ്പ് ലേണിംഗ്? ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മെഷീൻ ലേണിംഗ്, ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ്സെറ്റാണ് ആക്ച്വലി ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേർഡ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡീപ്പ് എന്നുള്ളത്. ഈ ഒരു വാക്ക് വരാനുള്ള കാരണം ഇത്തരത്തിൽ ഒരുപാട് ലെയേർഡ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. അപ്പോൾ ഡീപ്പ് ലേണിങ്ങിൽ സംഭവിക്കുന്ന ഈ ഡീപ്പ് ലേണിംഗ് ശരിക്കും ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസ് അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് ഔട്ട്പുട്ട് തരാനും വേണ്ടിയിട്ടാണ് ഡീപ്പ് ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് റെക്കഗ്നിഷൻ, വോയിസ് റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്.
ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരു വോയിസ് ആയിട്ട് നിങ്ങളൊരു കാര്യം ജെമിനിയോടോ അതല്ലെങ്കിൽ ആമസോണിൻ്റെ അലക്സ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതിൻ്റെ അടുത്തൊക്കെ നിങ്ങളൊരു കാര്യം പറയുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് ആക്സെന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സിസ്റ്റം എന്താണ്, ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നിങ്ങൾ എന്താണോ പറയുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ശരിക്കും ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഒരു ഫിനോമിനൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ ഒരു സംഭവം ഒരുപാട് ലെയേഴ്സ് ഉള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ, ഒരുപാട് ഓഡിയോസ്, ബില്യൺസ് ഓഫ് ടൈപ്സ് ഓഫ് ഓഡിയോസ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഈ ഒരു സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്ന കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട് തരികയും ചെയ്യുന്നത്. അടുത്തൊരു ടേമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് AI ഏജൻസ് ആണ്. എന്താണ് AI ഏജൻസ്? ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ അഭാവത്തിൽ നമുക്കൊരു കാര്യം ചെയ്തു തരുന്ന ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ AI ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു പ്രോപ്പർട്ടി മേടിക്കാനും അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തി. അതാണ് AI ഏജന്റും. AIയുടെ കേസിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻസിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ടാസ്കുകളിൽ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് AI ഏജൻസ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ടെസ്ല പോലുള്ള സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോ പൈലറ്റ് കാറുകളെയാണ്. നമ്മളെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ സ്വന്തമായിട്ട് പോകുന്ന കാറുകൾ, ഇതൊക്കെ എന്താണ് AI ഏജൻസിന് എക്സാമ്പിളാണ്. അടുത്തൊരു ടേമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്. AGI എന്ന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയും. AGI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെനാരിയോ ഞാൻ പറയാം, നിങ്ങളൊന്ന് തിങ്ക് ചെയ്യണേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അത് നിങ്ങൾക്കൊരു നോവൽ എഴുതി തരുന്നുണ്ട്. നിങ്ങൾ റൈറ്ററാണെന്ന് വിചാരിക്കും, നിങ്ങൾ നോവൽ എഴുതി തരുന്നുണ്ട്, അതേസമയം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കാറ് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഒരു മെഷീനും കൂടി ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ AGI ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ലോകത്ത് AGI അവൈലബിൾ അല്ല. ഈവൻ നമ്മുടെ ChatGPT ആണെങ്കിൽ പോലും മറ്റ് ഏതൊരു സിസ്റ്റം ആണെങ്കിലും അത് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ റിസർച്ചേഴ്സും സയൻറ്റിസ്റ്റുകളും അതിൻ്റെ വർക്കിലാണ്, അതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വരും കാലങ്ങളിൽ AGI നമ്മുടെ ലോകം കീഴടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യുക? കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടേമുകളെ കുറിച്ച് AI ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ലവ് യു.